നമസ്കാരം. 9 PM എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചന്ദ്രിക കള്ളപ്പണ ഇടപാടിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉൾപ്പെടെ കൂടുതൽ തെളിവുകളുമായി കെ.ടി. ജലീൽ ഇന്ന് ED ഓഫീസിൽ ഹാജരായിരുന്നു. കൂടുതൽ തെളിവുകൾ നിരത്തിയെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു. അതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും 9 PM ആദ്യം പരിശോധിക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ചന്ദ്രിക കള്ളപ്പണ ഇടപാടിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ തെളിവുകൾ EDക്ക് കൈമാറി കെ.ടി. ജലീൽ. ED 16-ന് കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്യുമെന്നും ജലീലിന് CPIM പിന്തുണയില്ലെന്നത് വെറും മാധ്യമ പ്രചാരണമെന്ന് A. വിജയരാഘവൻ. ലീഗിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് ഹരിത. അപമാനിക്കുന്നവരോട് സന്ധിയില്ലെന്ന് ഹരിത സംസ്ഥാന അധ്യക്ഷ മുഫീദ തസ്നിയുടെ ലേഖനം. ഹരിതയെ കൈയൊഴിഞ്ഞ് MK മുനീർ. സ്ത്രീവിരുദ്ധതയാണ് ലീഗിന്റെ മുഖമുദ്രയെന്ന് A. വിജയരാഘവൻ. സംസ്ഥാനത്ത് നിപ്പയിൽ കൂടുതൽ ആശ്വാസം. 7 പേരുടെ ഫലം കൂടി നെഗറ്റീവ്. ആകെ നെഗറ്റീവായവരുടെ എണ്ണം 68. ഇന്ന് 26,200 പേർക്ക് കോവിഡ്. TPR 16.69%. സ്കൂൾ തുറക്കാൻ കുട്ടികൾക്ക് വാക്സിൻ നിർബന്ധമല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകത്തെവിടെയും ഇത്തരം വ്യവസ്ഥ അംഗീകരിക്കുന്നില്ലെന്നും കേന്ദ്രം. നിയമസഭാ കേസിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചടി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കണമെന്ന ആവശ്യം കോടതി തള്ളി. BJPയുടെ തടസ്സ ഹർജികളും CJM കോടതി തള്ളി. വിദ്വേഷ പ്രസംഗവുമായി പാലാ രൂപത ബിഷപ്പ്. കേരളത്തിൽ ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദുമെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കുടുംബങ്ങൾ കരുതിയിരിക്കണമെന്നുമാണ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത. പ്രസംഗം മതസ്പർദ്ധയുണ്ടാക്കുന്നതെന്ന് സമസ്ത. ത്രിപുര BJP അക്രമത്തിൽ പ്രതിഷേധം ശക്തം. CPIMനെതിരായ അഴിഞ്ഞാട്ടം ഫാസിസമെന്ന് യെച്ചൂരി. അക്രമങ്ങൾ അഴിച്ചുവിട്ട് CPIMനെ ഇല്ലാതാക്കാനാവില്ലെന്ന് പ്രകാശ് കാരാട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ജനകീയ പ്രതിഷേധ സമരവുമായി CPIM. ആദ്യം തന്നെ ജലീലുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ചന്ദ്രിക കള്ളപ്പണ കേസിൽ തെളിവുകൾ നൽകിയെന്ന് കെ.ടി. ജലീൽ. ഈ മാസം 16-ന് കുഞ്ഞാലിക്കുട്ടിയെയും 17-ന് മൂയിൻ തങ്ങളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നും കെ.ടി. ജലീൽ പറഞ്ഞു. മുസ്ലിം ലീഗ് ഓഫീസ് നിർമ്മാണം എന്ന് പറഞ്ഞ് തുക സമാഹരിച്ച് കുഞ്ഞാലിക്കുട്ടി മകന്റെ പേരിൽ ഭൂമി വാങ്ങിയെന്നും ജലീൽ ആരോപിച്ചു. AR നഗർ ബാങ്ക് വിഷയത്തിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തനിക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും വിഷയത്തിൽ കർശന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ജലീൽ പറഞ്ഞു. ഇന്ന് വൈകുന്നേരത്തോടെയായിരുന്നു കെ.ടി. ജലീൽ ED ഓഫീസിൽ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായത്. കഴിഞ്ഞ ദിവസം കുറച്ച് തെളിവുകൾ ഹാജരാക്കിയിരുന്നു. പിന്നാലെ കൂടുതൽ തെളിവുകൾ ഇന്ന് EDക്ക് കൈമാറിയെന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞു വെക്കുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എനിക്ക് കിട്ടിയ എല്ലാ രേഖകളും ഞാൻ EDയുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ ED വരുന്ന 16-ാം തീയതി വീണ്ടും വിളിച്ചിട്ടുണ്ട്. 17-ാം തീയതി മുഈൻ അലി ശിഹാബ് തങ്ങളെയും ED മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഇടപാടുകൾ നടന്ന ഡേറ്റും പാലാരിവട്ടം പാലത്തിൻ്റെ അഡ്വാൻസായി അന്ന് 8.25 crore നൽകിയ ഡേറ്റും തമ്മിൽ വളരെ സാമ്യതയുള്ളതാണ്. ആ പണം തന്നെയാവണം, ആ അഴിമതി പണം തന്നെയാവണം കുഞ്ഞാലിക്കുട്ടിയുടെയും അന്നത്തെ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെയും ഒക്കെ ശ്രമത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുക. മുസ്ലിം ലീഗിൻ്റെ നയങ്ങളോട് ശക്തമായ വിയോജിപ്പുള്ള പാർട്ടിയാണ് CPIM-ഉം ഇടതുപക്ഷ പാർട്ടികളും. സ്വാഭാവികമായും മുസ്ലിം ലീഗിനെ അത്തരത്തിലുള്ള കൊള്ളരുതാത്ത നയങ്ങൾക്കെതിരായി, സമീപനങ്ങൾക്കെതിരായി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പാർട്ടിയുടെ പിന്തുണ എന്തായാലും ഉണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല, തർക്കമില്ല. അതുതന്നെയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറി ഇൻചാർജ് സഖാവ് വിജയരാഘവൻ വ്യക്തമാക്കിയത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, ഉറച്ച വാക്കുകളാണ് കെ.ടി. ജലീലിൻ്റെത്. അദ്ദേഹം ഇപ്പോൾ ചന്ദ്രിക പണമിടപാട് കേസിൽ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ EDക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത്?
അക്ഷയ, വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് KT ജലീൽ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരിക്കുന്നത്. ED ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ജലീൽ ഇന്ന് വീണ്ടും കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം, അതായത് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ കള്ളപ്പണ ഇടപാടിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണം സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരവും അതിൻ്റെ തെളിവുകളും ജലീൽ ഇന്ന് EDക്ക് കൈമാറിയിട്ടുണ്ട്. അത് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഈ മുസ്ലിം ലീഗ് ഓഫീസ് നിർമ്മാണത്തിനെന്ന പേരിൽ വലിയൊരു തുക സമാഹരിച്ച് ആ തുക കുഞ്ഞാലിക്കുട്ടി തൻ്റെ മകൻ്റെ പേരിൽ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും തൻ്റെ കയ്യിലുണ്ട്. ആ തെളിവുകളും ഇന്ന് EDക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ജലീൽ പറഞ്ഞു. അതായത് ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ രേഖകളും താൻ EDക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് ഇന്ന് KT ജലീൽ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം ജലീൽ കൂട്ടിച്ചേർത്തത് ഈ മാസം 16-ന് കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഇക്കഴിഞ്ഞ 3-ന് ചോദ്യം ചെയ്യാനായി കുഞ്ഞാലിക്കുട്ടിക്ക് നോട്ടീസ് അയച്ചെങ്കിലും ചോദ്യം ചെയ്യലിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറിയിരുന്നു. ഹാജരാകുന്നതിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറിയിരുന്നു. അതേ തുടർന്നാണ് 16-ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ച് ED നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന കാര്യം KT ജലീൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി പണം തന്നെയാകും ചന്ദ്രിക ദിനപത്രത്തിൻ്റെ അക്കൗണ്ടിലിട്ട് വെളുപ്പിച്ചത്. അത് ഇതിൻ്റെ തീയതി പരിശോധിക്കുമ്പോൾ അതുതന്നെയാണ് വ്യക്തമാകുന്നത് എന്നും KT ജലീൽ ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഇതുകൂടാതെ അദ്ദേഹം പങ്കുവച്ച മറ്റൊരു കാര്യം, AR നഗർ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് ED അന്വേഷണം വേണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ താൻ ആവശ്യപ്പെട്ടതായി ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു. അത് അന്ന് താൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അക്കാര്യം വ്യക്തമാകും. അത്തരം ഒരു ആവശ്യം താൻ ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ ശക്തമായ അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നും KT ജലീൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ഈ മുസ്ലിം ലീഗ് നേതാക്കളുടെ അഴിമതിക്കെതിരായ തൻ്റെ പോരാട്ടത്തിന് CPIഎമ്മിൽ നിന്ന് പൂർണ്ണ പിന്തുണ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നും KT ജലീൽ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയുണ്ടായി. അക്ഷയ. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമാണത്. എന്തായാലും ഇപ്പോൾ തെളിവുകളൊക്കെ തന്നെയും ചന്ദ്രിക കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ KT ജലീൽ EDക്ക് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നു. ഒപ്പം 16-ാം തീയതി PK കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും ED ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുമെന്ന കാര്യവും പറഞ്ഞിരിക്കുന്നു. ഒപ്പം AR നഗർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഹകരണ വകുപ്പിന്റെ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പ്രതികരിച്ചത്. മറ്റു റിപ്പോർട്ടുകൾ കൂടി. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചെന്ന് KT ജലീൽ. കുഞ്ഞാലിക്കുട്ടിയുടെ ഹവാല കള്ളപ്പണ ഇടപാടുകൾ പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം തുടരുമെന്നും KT ജലീലിന്റെ FB പോസ്റ്റ്. KT ജലീലിന് CPIഎം പിന്തുണയില്ലെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് A വിജയരാഘവൻ. CPM എല്ലാ സന്ദർഭത്തിലും ലീഗിൻ്റെ രാഷ്ട്രീയ പരിമിതികളെ ശക്തമായി വിമർശിച്ചു പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതൊക്കെ ലീഗിനോടുള്ള രാഷ്ട്രീയമായ നിലപാടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാ സന്ദർഭത്തിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി ഹരിത. വനിതാ കമ്മീഷനെ സമീപിച്ചത് ഭരണഘടനാപരമായ അവകാശം ഉപയോഗിച്ചെന്ന് ഹരിത സംസ്ഥാന അധ്യക്ഷ മുഫീദ തസ്നി. പ്രതികരിച്ചത് ആത്മാഭിമാനത്തിന് പൊള്ളലേറ്റതിനാൽ. പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ കുറ്റബോധമുണ്ടാകുമായിരുന്നു. അപമാനിച്ചവരോട് സന്ധിയില്ലെന്നും മുന്നറിയിപ്പ്. അതേസമയം ഹരിതയെ കൈയൊഴിഞ്ഞ് MK മുനീർ രംഗത്തെത്തിയിരിക്കുകയാണ്. പാർട്ടി നിലപാട് ശരിയെന്ന് മുനീർ പ്രതികരിച്ചു. ഹരിതയുടേത് അച്ചടക്ക ലംഘനമെന്ന് കണ്ടെത്തി. ഇതേ തുടർന്നാണ് നടപടിയെടുത്തതെന്നും MK മുനീർ പറഞ്ഞു വെക്കുന്നു. ഇന്നലെയാണ് ഹരിത പിരിച്ചുവിട്ടുകൊണ്ടുള്ള മുസ്ലിം ലീഗ് നടപടി ഉണ്ടായത്. അപ്പോൾ തന്നെ ഫാത്തിമ തഹ്ലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയിലേക്ക് ഹരിത നീങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ മുഫീദ തസ്നിയുടെ ഈ ഒരു പത്രത്തിലുള്ള ലേഖനവും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിട്ട മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ പോരാട്ടം തുടരാൻ തന്നെയാണ് ഹരിതയുടെ തീരുമാനം. അപമാനിക്കുന്നവരോട് സന്ധിയില്ലെന്ന് ഹരിത സംസ്ഥാന അധ്യക്ഷ മുഫീദ തസ്നി പറയുന്നു. തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയില്ലെങ്കിൽ കുറ്റബോധമുണ്ടാകും. അധ്വാനിക്കാൻ വിധിക്കപ്പെട്ട ശരീരം മാത്രമായി തുടരാനാവില്ലെന്നും മുഫീദ ഒരു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ആത്മാഭിമാനത്തിന് പോറലേറ്റപ്പോഴാണ് പ്രതികരിച്ചത്. പുരുഷൻ മുതലാളി, സ്ത്രീ തൊഴിലാളി എന്ന രീതിയിൽ തുടരാനാവില്ല. MSF നേതാക്കളുടെ ലൈംഗിക അധിക്ഷേപത്തിനെതിരെ വനിതാ കമ്മീഷനെ സമീപിച്ചത് അച്ചടക്ക ലംഘനമല്ല. വനിതാ കമ്മീഷനെ സമീപിച്ചത് ഭരണഘടനാപരമായ അവകാശമാണ്. നിയമ നടപടികളുമായി ഹരിത മുന്നോട്ടു പോകും. ഹരിതയെ പിരിച്ചുവിട്ട നടപടി കേരള സമൂഹം ചർച്ച ചെയ്യുന്നുണ്ടെന്നും മുഫീദ പറയുന്നു. അതേസമയം ഹരിതയെ കൈയൊഴിഞ്ഞ് MK മുനീറും രംഗത്ത് വന്നു. പാർട്ടി എടുത്ത തീരുമാനം അന്തിമമാണെന്ന് മുനീർ കോഴിക്കോട് പറഞ്ഞു. പാർട്ടി ഇന്നലെ വിലയിരുത്തിയ കാര്യവും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. പാർട്ടി വിലയിരുത്തിയത് അച്ചടക്ക ലംഘനമുണ്ട് എന്നാണ്. അതനുസരിച്ചാണ് ഈ തീരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ
തീരുമാനം അന്തിമമായ തീരുമാനം. ഇതിനിടയിൽ ഹരിതയുടെ നേതാക്കൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നത്. പുതിയ ഭാരവാഹി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഹരിതയുടെ മുൻ സംസ്ഥാന ഭാരവാഹി ഹഫ്സമോൾ പോസ്റ്റ് ചെയ്ത കുറിപ്പിനു താഴെ ലീഗ് പ്രവർത്തകരുടെ അശ്ലീല കമന്റുകളാണ് നിറയുന്നത്. PK നവാസിനെ സംരക്ഷിക്കുന്ന സാദിഖ് അലി തങ്ങളെ വിമർശിച്ചുമാണ് ഹഫ്സയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൈരളി ന്യൂസ്, കോഴിക്കോട്. അതേസമയം സ്ത്രീ വിരുദ്ധതയാണ് എല്ലാ കാലത്തും ലീഗിന്റെ മുഖമുദ്രയെന്ന് A. വിജയരാഘവൻ. ഹരിതയ്ക്കെതിരായ നിലപാടിലും മറ്റൊരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ സമൂഹത്തോടുള്ള നമുക്കാകെ ഉണ്ടാവേണ്ട പൊതുവായ വീക്ഷണത്തിൽ വരേണ്ട മാറ്റമാണ്. സ്ത്രീപക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ പൊതുപ്രവർത്തനവും സാമൂഹ്യമായ നിലപാടുകളും സ്വീകരിക്കാൻ കഴിയും. അതിനു പകരമായി അത്യന്തം സങ്കുചിതമായ പുരുഷ മേധാവിത്വപരമായ ഒരു വീക്ഷണമാണ് ഇപ്പോൾ IUML നേതൃത്വം നടത്തിയത്. ലീഗിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പഞ്ചായത്ത് ഭരണം കിട്ടിയ സന്ദർഭത്തിൽ പഞ്ചായത്തുകളിലേക്ക് സ്ത്രീകളെ മത്സരിപ്പിക്കുകയും ജയിച്ച സ്ത്രീകളുടെ ഡ്രസ് കോഡ് പ്രഖ്യാപിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് ലീഗ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഡ്രസ് കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ ജയിച്ച വനിതകൾക്കൊരു ഡ്രസ് കോഡ് തന്നെ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയുണ്ടായി. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അഫ്ഗാൻ മണ്ണ് തീവ്രവാദത്തിന് ഉപയോഗിക്കരുതെന്ന് ഉച്ചകോടി. ഭീകരവാദം തടയാൻ ഒറ്റക്കെട്ടെന്നും അഫ്ഗാനിലെ IS പ്രവർത്തനത്തിൽ ആശങ്കയും ബ്രിക്സ് ഉച്ചകോടി രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ് ദില്ലിയിൽ നിന്നും. വിഷ്ണു, എന്താണ് ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്നും ഉയർന്നു വരുന്ന വാദങ്ങൾ? എന്തൊക്കെ തീരുമാനങ്ങളിലേക്കാണ് നീങ്ങുന്നത്? ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ തുടങ്ങിയ ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ബ്രസീലിയൻ പ്രസിഡന്റ് ജയർ ബോൾസനാരോ എന്നിവരാണ് പങ്കെടുത്തത്. ഇന്ന് ആരംഭിച്ച ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് അഫ്ഗാൻ വിഷയം തന്നെയാണ് ചർച്ചയായത്. അഫ്ഗാൻ പ്രശ്നത്തിൽ ഇന്നത്തെ ചേർന്ന ഉച്ചകോടിയിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഭീകരതയ്ക്ക് സുരക്ഷിത താവളമായി അഫ്ഗാനിസ്ഥാൻ മാറുന്നത് തടയണമെന്ന ഒരു പ്രമേയമാണ് ഇന്ന് ഉച്ചകോടിയിൽ അംഗീകരിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് വീണ്ടും തലപ്പൊക്കുന്നതിൽ ഉച്ചകോടി കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇത്തരത്തിൽ അഫ്ഗാൻ നിന്ന് ഭീകരവാദത്തിന്റെ താവളമായി മാറട്ടെ എന്ന ഒരു ആവശ്യം തന്നെ, അല്ലെങ്കിൽ അത്തരമൊരു പ്രമേയമാണ് ഉച്ചകോടിയിൽ പാസാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ സർക്കാർ രൂപീകരണം വളരെ സമാധാനപരമായിട്ടായിരിക്കണം എന്ന നിർദ്ദേശം കൂടി ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ചൈനയും റഷ്യയും അംഗീകരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യ തന്നെ കടുത്ത ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഈ അഫ്ഗാൻ മണ്ണിൽ IS അടക്കം തലമുട്ടുകയും ഭീകരതയുടെ താവളമാകുന്നതിലും ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഈ ഇന്ത്യ ഉയർത്തിയ ആശങ്കയെ ചൈനയും റഷ്യയും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉച്ചകോടിയിൽ ഉണ്ടായിരിക്കുന്നത്. അക്ഷയ. ശരി, വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ നൽകുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ അഫ്ഗാൻ മണ്ണ് മറ്റു രാജ്യങ്ങൾക്കെതിരായ ഭീകരതയുടെ താവളമാകരുതെന്നും ഒപ്പം തന്നെ അഫ്ഗാനിൽ സർക്കാർ രൂപീകരണം അത് സമാധാനപരമായിരിക്കണം എന്നും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ നിലപാട് അതിനോട് ചൈനയും റഷ്യയും ഉൾപ്പെടെ പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. നിപ്പയിൽ ആശ്വാസം. സംസ്ഥാനത്ത് നിപ ഭീതി അകലുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലഭിച്ച 7 പേരുടെ സാമ്പിൾ കൂടി നെഗറ്റീവായിരിക്കുകയാണ്. ഇതോടുകൂടി ഇതുവരെ 68 പേരാണ് നിപ പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇവരുടെ സ്രവങ്ങൾ പരിശോധിച്ചപ്പോൾ 274 പേരാണ് നിലവിലെ സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് കോഴിക്കോട് ജില്ലയിൽ ഹൗസ് ടു ഹൗസ് സർവേ ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. നിപ ബാധിച്ച് മരിച്ച കുട്ടിയുമായി സമ്പർക്കമുള്ളവരുടെ പട്ടിക 274 ഇവരിൽ 149 ആരോഗ്യ പ്രവർത്തകരാണുള്ളത്. ഇന്ന് ഫലം വന്ന 7 പേരുടെ സാമ്പിളും നെഗറ്റീവായി. ഇതോടെ 68 പേർ നിപ നെഗറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 7 പേർക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ലക്ഷണങ്ങൾ തീവ്രമായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ചാത്തമംഗലത്തും പരിസര പ്രദേശങ്ങളിലും പനി ബാധിച്ച 89 പേരെ പരിശോധിക്കാൻ 2 മൊബൈൽ ടീമിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. 7 പേരുടെ
സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. ആ 7 പേരുടെ സാമ്പിളുകളും നെഗറ്റീവാണ്. ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് 274 പേരാണ്. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 7 പേരാണ് സിംറ്റമാറ്റിക് ആയിട്ടുള്ളത്. പക്ഷേ ആരുടെയും ലക്ഷണങ്ങൾ തീവ്രമല്ല. അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള പനിയോ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങളോ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ നല്ല ഒരു സൂചനയാണ്. അതേസമയം ചാത്തമംഗലം പഞ്ചായത്തിൽ നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ നിപ രോഗപ്രതിരോധ നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘം പരിശോധിച്ചു. മുന്നൂരിൽ മൃഗസംരക്ഷണ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസിൽ നിന്നുള്ള വിദഗ്ധ സംഘം സന്ദർശനം നടത്തി. കുട്ടിയുടെ വീടും പരിസരവും റംബൂട്ടാൻ മരം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സന്ദർശിച്ചു. വവ്വാലുകൾ കഴിച്ച് താഴെ വീണ അടക്കയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു. റംബൂട്ടാൻ മരത്തിനടുത്തേക്കുള്ള വവ്വാലുകളുടെ സഞ്ചാരപാതയ്ക്കരികിൽ കന്നുകാലികളെ മേയ്ക്കുന്നതും മീൻ പിടിക്കുന്നതും നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിപ സ്ഥിരീകരിച്ചതോടെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച പ്രദേശത്തെ ക്ഷീരകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് സംഘം പറഞ്ഞു. ക്ഷീരകർഷകർ പാൽ വിൽപ്പന നടത്താൻ കഴിയാതെ ഒഴുക്കിക്കളയുകയായിരുന്നു. പാലളക്കാനും ഇത് RRT വളണ്ടിയർമാരെ ഉപയോഗിച്ച് ക്ഷീരസഹകരണ സംഘത്തിലും വീടുകളിലും എത്തിക്കാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തി. നിപ സംബന്ധിച്ച് പൊതുജനങ്ങൾ അവബോധമുണ്ടാക്കുന്നതിന് പോസ്റ്ററുകൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള നടപടിയെടുക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്. നിപയിൽ എന്തായാലും ആശ്വാസം നൽകുന്ന കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേരുടെ പരിശോധന ഫലം നെഗറ്റീവ് ആകുന്നു എന്നുള്ളത്. അതേസമയം സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതും ഇന്നലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അല്പം ആശ്വാസം പകരുന്നു. 26,200 പേർക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 29,209 പേർ രോഗമുക്തി നേടുകയും ചെയ്തിരിക്കുന്നു. അതായത് രോഗബാധിതരെക്കാൾ കൂടുതലാണ് രോഗമുക്തി നേടിയവരുടെ എണ്ണം എന്നുള്ളതാണ്. പരിശോധന നടത്തിയ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,56,957 പേരിലാണ് ടെസ്റ്റ് നടത്തിയത്. ഇതിലാണ് 26,200 പേർ പോസിറ്റീവായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതായിരുന്നു ആശങ്കപ്പെടുത്തി നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ അത് 17 കടന്നിരുന്നു. അതായത് തൊട്ടടുത്ത ദിവസം വലിയ രീതിയിൽ പ്രതീക്ഷയുള്ളതാണെങ്കിൽ ഇന്നലെ 17 കടന്നിരുന്നു. ഇന്ന് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. 16.69% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം WIPR 7 മുകളിലുള്ള 794 വാർഡുകളാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. ഇനി മരണസംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ മരണസംഖ്യ ഇന്നലെ 181 ആയിരുന്നു. ഇന്നത് 125 ആയിരിക്കുന്നു. ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ അത് 22,126 ഉയർന്നിരിക്കുന്നു. കോവിഡ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ കോവിഡ് കണക്ക്. അതേസമയം വാക്സിൻ എടുത്തവരിൽ കോവിഡ് മരണനിരക്ക് കുറവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്ക് പ്രകാരം 9,195 പേർ മരണപ്പെട്ടപ്പോൾ അതിൽ വാക്സിൻ എടുത്തവരുടെ എണ്ണം 905 മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് നിന്ന് 9.55 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ലഭ്യമായതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇന്ന് കോവിഡിൽ 26,200 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 29,209 പേർ രോഗവിമുക്തി നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,56,957 സാമ്പിളുകളാണ് പരിശോധിച്ചിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.69 ആണ്. ജൂൺ 18 മുതൽ സെപ്റ്റംബർ മാസം 3 വരെയുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള മരണങ്ങളാണ്. അതിൽ 9,195 മരണങ്ങളിൽ അതിൽ 905 മരണങ്ങൾ അത് അത് മാത്രമാണ്. അതിന് അപ്പുറമുള്ളതെല്ലാം വാക്സിൻ എടുക്കാത്തവരാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം ഇന്ന് രാജ്യത്തെ സ്കൂളുകൾ തുറക്കാൻ കുട്ടികൾക്ക് വാക്സിനേഷൻ നിർബന്ധമല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു. എന്നാൽ സ്കൂളിലെ അധ്യാപകരും സ്റ്റാഫുകളും വാക്സിൻ നിർബന്ധമായി സ്വീകരിച്ചിരിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗണേശ ചതുർത്ഥി ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം പരിമിതപ്പെടുത്തണമെന്ന് ICMR അറിയിച്ചു. രാജ്യത്തെ വാക്സിൻ വിതരണം ഊർജിതമാക്കുമെന്നും വാക്സിൻ സ്വീകരിക്കാൻ ജനങ്ങൾ വിമുഖത കാട്ടരുതെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂളുകൾ തുറക്കാൻ കുട്ടികളുടെ വാക്സിനേഷൻ നിർബന്ധമില്ലെന്നും ഒരു ശാസ്ത്രീയ സംഘടനകളും ഇത്തരം ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി.
എന്നാൽ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും സ്റ്റാഫുകളും വാക്സിൻ സ്വീകരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. പല രാജ്യങ്ങളും കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടില്ലെന്നും നീതി ആയോഗ് അംഗം വി കെ പോൾ വ്യക്തമാക്കി. അതേസമയം ഗണേശ് ചതുർത്ഥി ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന ഉത്സവങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കരുതെന്ന് ICMR അറിയിച്ചു. രാജ്യത്ത് രണ്ടാം തരംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ ICMR വ്യക്തമാക്കി. മെയ് മാസത്തിൽ വിതരണം ചെയ്ത വാക്സിൻ ഡോസിനേക്കാൾ കൂടുതൽ വാക്സിൻ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ മാത്രം വിതരണം ചെയ്തുവെന്ന് കോവിഡ് അവലോകന യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വാക്സിൻ സ്വീകരിക്കണമെന്നും വരാനിരിക്കുന്ന ഉത്സവങ്ങൾ മുന്നിൽ കണ്ട് വാക്സിൻ വിതരണം ഊർജിതമാക്കുമെന്നും രാജേഷ് ഭൂഷൺ വ്യക്തമാക്കി. लेकिन हमें ये नहीं भूलना चाहिए कि आने वाले दिन त्योहारों के दिन हैं. उससे पहले हमें टीकाकरण की रफ्तार को और बढ़ाना होगा. जो भी हमारी वल्नरेबल जनसंख्या है उसको हम वैक्सीनेट कर पाएँ, ये प्रयास होना चाहिए राज्यों का और भारत सरकार का एक साथ मिलकर. इस पर हमारे कदम जारी हैं और साथ ही साथ जो कोविड के अनुरूप बिहेवियर है उसका पालन भी आगे चलते हुए हम करते रहें, ये भी बहुत महत्वपूर्ण है. മൂക്കിലൊഴിക്കുന്ന വാക്സിന്റെ ഒന്നാം ട്രയൽ ഫലപ്രദമാണെന്നും ട്രയൽ പരീക്ഷണത്തിന്റെ 2-3 ഘട്ടം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം 42,263 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 338 മരണമാണ് കോവിഡ് മൂലം രാജ്യത്ത് ഇന്നലെ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം 40,567 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 97.48%. കൈരളി ന്യൂസ്, ദില്ലി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ അണിനിരുന്നത് 10,000-ങ്ങളാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു പരിപാടികൾ നടന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ ജനരോഷം ഇരമ്പിക്കൊണ്ടായിരുന്നു ഓരോ ഇടങ്ങളിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. തെക്കൻ മേഖലയിൽ വൻ ജനപങ്കാളിത്തമാണ് അരങ്ങേറിയത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുക, പാർലമെന്റിനെ നിശബ്ദമാക്കുന്ന ഏകാധിപത്യ സമീപനം അവസാനിപ്പിക്കുക, ഫെഡറലിസത്തിനെതിരായ അതിക്രമം ഇല്ലാതാക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതിരിക്കുക, തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തിയത്. തിരുവനന്തപുരം GPOയ്ക്ക് മുന്നിൽ നടന്ന സമരം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കൊപ്പമാണ് എന്ന പ്രഖ്യാപനമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മുഖ്യശത്രുവായി കണ്ടുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരായി ഒരു ശബ്ദവും ഒരു ദിവസവും നമ്മൾ അവിടുന്ന് കേൾക്കുന്നില്ല. KPCCക്ക് പുതിയ പ്രസിഡന്റ് വന്നു, കോൺഗ്രസിന്റെ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നു. രണ്ടാരുടെയും പ്രത്യേകത BJPയോടുള്ള വിധേയത്വമാണ്. അവരുടെ ഒന്നാമത്തെ ശത്രു പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുമാണ്. അവരുടെ പ്രഖ്യാപനങ്ങളിൽ, പ്രസംഗങ്ങളിൽ, ചലനങ്ങളിൽ എല്ലാം നമ്മൾ കാണുന്ന എന്താ? കടുത്ത CPM വിരോധമാണ്, കടുത്ത ഇടതുപക്ഷ വിരുദ്ധമാണ്. BJP കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. നിയമസഭയിൽ BJPയുടെ സാന്നിധ്യമില്ല. എന്നാൽ BJPക്ക് നിയമസഭയിൽ സാന്നിധ്യമില്ലാത്തതിന്റെ കുറവ് നികത്താൻ അഹോരാത്രം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസുകാർ. വിചിത്രമായൊരവസ്ഥയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരത്തിൽ ആയിരക്കണക്കിന് CPIM പ്രവർത്തകർ പങ്കാളികളായി. RMSന് മുന്നിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും, വിമാനത്താവളത്തിന് മുന്നിൽ കടകംപള്ളി സുരേന്ദ്രനും, റിസർവ് ബാങ്കിന് മുന്നിൽ M. വിജയകുമാറും ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്ത് 126 കേന്ദ്രങ്ങളിലാണ് സമരം നടന്നത്. കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ടയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരത്തിൽ 100 കണക്കിന് പേർ പങ്കാളികളായി. അടൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ മധ്യ കേരളത്തിലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രക്ഷോഭമാണ് ഇന്ന് ജനങ്ങൾ സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലയിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം MP, MC ജോസഫൈൻ അടക്കമുള്ളവർ പങ്കെടുത്തു. കോട്ടയം, ഇടുക്കി, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ നടന്ന ജനകീയ പ്രക്ഷോഭ സദസ്സിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും നിരവധി ആളുകൾ പങ്കെടുത്തു. വ്യവസായ, സാംസ്കാരിക, കാർഷിക, മത്സ്യമേഖലകൾ ഉൾപ്പെടുന്ന മധ്യ കേരളത്തിലും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വൻ പ്രതിഷേധമാണ് അലയടിച്ചത്. എറണാകുളം ജില്ലയിൽ 176 കേന്ദ്രങ്ങളിൽ നടന്ന ജനകീയ പ്രക്ഷോഭ സദസ്സിൽ നിരവധി പേർ പങ്കെടുത്തു. കളമശ്ശേരി സെൻട്രലിൽ നടന്ന പ്രക്ഷോഭം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. സംഭരിക്കുന്ന ഏജൻസിയാണ് FCI. അവരാണ് വില കൊടുത്ത്, ന്യായവില കൊടുത്ത് നെല്ല്, ഗോതമ്പ് സംഭരിച്ച് ഉണക്കി ഗോഡൌണുകളിൽ സൂക്ഷിക്കുന്നത്. അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയാൽ കച്ചവടക്കാരൻ ഈ അരിയും ഗോതമ്പുമായി കമ്പോളത്തിൽ വന്നാൽ കച്ചവടക്കാർ അതിൻ്റെ വില താഴ്ത്തി കർഷകരെ തകർക്കും. കൃഷിക്കാരൻ കൃഷി ഉപേക്ഷിച്ച് പോകേണ്ടി വരും. കാർഷിക മേഖല കടത്തിൽ മുങ്ങും.
ഇങ്ങനെയെല്ലാമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നിയമമാണ് പാർലമെന്റ് പാസാക്കിയത്. അങ്കമാലിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫിനും എറണാകുളത്ത് ജില്ലാ സെക്രട്ടറി CN മോഹനും ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ ബ്രാഞ്ച് കേന്ദ്രങ്ങൾക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും മുന്നിലായി 1500 കേന്ദ്രങ്ങളാണ് ജനകീയ പ്രക്ഷോഭ സദസ്സ് സംഘടിപ്പിച്ചത്. തിരുനക്കരയിലെ BSNL ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സമരപരിപാടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി AV റസൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ സേനാപതിയിൽ MM മണി MLAയും ആനച്ചാലിൽ ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും തൊടുപുഴയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരിയും നേതൃത്വം നൽകി. തൃശൂർ AG's ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി MM വർഗീസും കൊരട്ടിക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLAയും ഒല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണനും ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ 500 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ SL പുരത്ത് BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടറി R നാസർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, കൊച്ചി. കേന്ദ്രത്തിന്റെ കാർഷിക നയങ്ങൾക്കെതിരെയും മറ്റ് ജനവിരുദ്ധ നയങ്ങൾക്ക് പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്ക് എഴുതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നയങ്ങൾക്കെതിരെ മലബാറിലും ഇന്ന് ശക്തമായ പ്രതിഷേധമാണ് CPIMന്റെ ഭാഗത്തു നിന്നും അരങ്ങേറിയത്. മലബാറിലെ 1000-ഓളം കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടന്ന സമരത്തിൽ കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക, വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പൊതു ആസ്തികൾ വിറ്റഴിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നടത്തിയ സമരത്തിൽ മലബാറിലെ ജില്ലകളിലും ശക്തമായ പ്രതിഷേധമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ 225 കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ CPIM നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ തളിപ്പറമ്പിലും KK ശൈലജ ടീച്ചർ മട്ടന്നൂരിലും ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മവ്വഞ്ചേരിയിലും ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ നഗരത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ക്രൂരമായ ആഘാതം ഏൽപ്പിക്കുന്ന വിധത്തിലുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്കും ജനാധിപത്യ സംവിധാനത്തിനും മതനിരപേക്ഷ മൂല്യങ്ങളെയും തകർക്കുന്ന വിധത്തിലുള്ള നടപടികളാണ് BJPയുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ പൊറുക്കില്ല, ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല. കാസർഗോഡ് ജില്ലയിൽ 140 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. നീലേശ്വരത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരനും തൃക്കരിപ്പൂരിൽ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്ററും കാഞ്ഞങ്ങാട്ട് KP സതീഷ് ചന്ദ്രനും കാസർകോട്ട് CH കുഞ്ഞമ്പ് MLAയും സമരം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടും 100 കണക്കിന് കേന്ദ്രങ്ങളിൽ സമരം നടന്നു. ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ ഓർക്കാട്ടേരിയിലും സംസ്ഥാന കമ്മിറ്റി അംഗം A പ്രദീപ് കുമാർ കോഴിക്കോട് നഗരത്തിലും ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയിൽ 135 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ സമരം നടന്നത്. പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറത്ത് 200ഓളം കേന്ദ്രങ്ങളിൽ സമരം നടന്നു. കുന്നുമ്മൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 59 കേന്ദ്രങ്ങളിലാണ് സമരം സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ കൽപ്പറ്റയിലും സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ സുൽത്താൻ ബത്തേരിയിലും സമരം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സമരം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇനി ത്രിപുരയിലെ BJP ഫാസിസവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്കാണ്. ത്രിപുരയിൽ CPIMനെതിരെ BJP നടത്തുന്ന ഭീകരമായ ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണമെന്ന് CPIM ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ. പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ അവകാശങ്ങളെയും നിഷേധിച്ച് മനുഷ്യത്വഹീനമായാണ് ത്രിപുരയിൽ BJPയുടെ അക്രമവും തീവപ്പും. മറ്റു പാർട്ടികളെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും മാധ്യമങ്ങളെയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത കടുത്ത ഫാസിസ്റ്റ് ആക്രമണമാണ് നടക്കുന്നത്. ഇതിനെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ടെന്ന് വിജയരാഘവൻ പ്രസ്താവനയിൽ പറഞ്ഞു. അധികാരത്തിലില്ലെന്ന് കരുതി ത്രിപുരയിൽ CPIMന്റെ വേരറുക്കാമെന്നത് BJPയുടെ വ്യാമോഹം മാത്രമാണ്. അക്രമം തുടർന്നാൽ ജനങ്ങളെ അണിനിരത്തി തിരിച്ചടിക്കാനുള്ള ശേഷി ത്രിപുരയിലെ പാർട്ടിക്കുണ്ടെന്നും വിജയരാഘവൻ പറഞ്ഞു. ത്രിപുരയിലെ അക്രമങ്ങളിൽ BJPക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് CPIM. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത സർക്കാർ ജനശ്രദ്ധ തിരിച്ചുവിടാൻ അക്രമം നടത്തുകയാണെന്നും BJPയുടെ ജനാധിപത്യ വിരുദ്ധ അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുമെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം BJP നടത്തിയ അക്രമത്തിൽ CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ തകർത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് BJP വ്യാപക അക്രമം ത്രിപുരയിൽ അഴിച്ചുവിട്ടത്. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, പാർട്ടി ഓഫീസുകൾ, പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ, വാഹനങ്ങൾ എല്ലാം അടിച്ചു തകർത്തും തീവച്ചുമാണ് BJP അക്രമം നടന്നത്.
3 മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയും അക്രമമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് BJPയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ CPIM പ്രതിഷേധം ശക്തമാക്കുന്നത്. ത്രിപുര സർക്കാരിന് ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചില്ലെന്നും അക്രമം അഴിച്ചുവിട്ട് ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ചൂണ്ടിക്കാട്ടി. BJPയുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമെന്നും ശക്തമായി പ്രതിഷേധിക്കുമെന്നും പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. We strongly protest against this undemocratic violence which has been unleashed from the CPIM, and the state government is responsible because in many of these places, including the state committee office, the police was present but refused to intervene or stop these arson and attacks. CPIMനെ ആക്രമിച്ച ശ്രദ്ധ നേടാനുള്ള ശ്രമമെന്നും BJPക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പ്രതികരിച്ചു. They want to suppress the main opposition, which is the CPIM. So we are going to have protests all over India. അതേസമയം അക്രമികൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പോലീസിനെതിരെയും പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാനാണ് CPIM തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി. വിവാദ പ്രസംഗവുമായി പാലാ രൂപത ബിഷപ്പ്. കേരളത്തിൽ ലവ് ജിഹാദിനൊപ്പം നർക്കോട്ടിക് ജിഹാദുമെന്ന് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. മുസ്ലിങ്ങൾ അല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. കത്തോലിക്ക കുടുംബങ്ങൾ കരുതിയിരിക്കണമെന്നുമാണ് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ സന്ദേശം. കോട്ടയം കുറവിലങ്ങാട് തിരുനാൾ ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിലാണ് ബിഷപ്പിന്റെ ഗുരുതര ആരോപണങ്ങൾ. നർക്കോട്ടിക് ലവ് ജിഹാദുകൾക്ക് കത്തോലിക്ക പെൺകുട്ടികളെ ഇരയാക്കുന്നു. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ പ്രയോഗിക്കുന്നുവെന്നും രൂപത ചൂണ്ടിക്കാട്ടുന്നു. ഇതര മതസ്ഥരായ യുവതികൾ IS ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകും. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ബിഷപ്പ് ആരോപിക്കുന്നു. മറ്റൊരു കാലത്തും നേരിട്ടില്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരികയാണ്. അവയിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ 2 കാര്യങ്ങളാണ് ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. ആയുധമെടുത്ത് മറ്റ് മതസ്ഥരെ നശിപ്പിക്കുക എളുപ്പമല്ല എന്ന് തിരിച്ചറിഞ്ഞ ജിഹാദികൾ ആരും എളുപ്പത്തിൽ തിരിച്ചറിയാത്ത മറ്റു മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ലക്ഷ്യം മതവ്യാപനവും മുസ്ലിങ്ങളുടെ നാശവുമാകുമ്പോൾ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് പല രൂപങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരം 2 മാർഗങ്ങളാണ് ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും. ലവ് ജിഹാദ് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് തുല്യമാണ്. മുസ്ലിം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പലതരത്തിൽ ശ്രമം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഹലാൽ വിവാദമെന്നും ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞു വയ്ക്കുന്നു. കൈരളി ന്യൂസ്, കോട്ടയം. പാലാ ബിഷപ്പിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ സമസ്ത രംഗത്തെത്തിയിരിക്കുന്നു. സമുദായത്തിനെതിരെ ദുരാരോപണം ഉയർത്തി പാലാ ബിഷപ്പ് മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നും സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ ആവശ്യപ്പെട്ടു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ദുരാരോപണമാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും അത്തരമൊരു പ്രസ്താവന നടത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ വസ്തുതാപരമായ തെളിവുകൾ അദ്ദേഹം വെളിപ്പെടുത്തണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത് നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു പരാമർശമാണ്. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വളരെ അനാവശ്യമായ ഒരു സ്പർദ്ധയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നല്ലാതെ ഇതിൽ മറ്റൊരു താല്പര്യവും നമ്മൾ കാണുന്നില്ല. അല്ല, സർക്കാർ അതിനാവശ്യമായൊരു നടപടി സ്വീകരിക്കണം. കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ സൗഹൃദപരമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ സൗഹൃദ അന്തരീക്ഷത്തിന് ദോഷം വരുത്തുന്ന ഒരു വലിയൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി തന്നെ സർക്കാർ കാണേണ്ടതുണ്ട്.